കിൻഡർ ജോയ് വാങ്ങാത്തവരായും കഴിക്കാത്തവരായും ആരും തന്നെ ഉണ്ടാകില്ല. പ്രത്യേകിച്ച് കുട്ടികൾ. നമുക്കറിയാം, കുട്ടികൾക്ക് കിൻഡർ ജോയ് പ്രിയപ്പെട്ടതാകാൻ കാരണം അതിനുള്ളിൽ വച്ചിരിക്കുന്ന ടോയ്സ് തന്നെയാണ്. നമ്മൾ എപ്പോഴും കേൾക്കുന്നതും കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നതുമായ കാര്യമാണ് ചോക്ലേറ്റ്സ് അധികം കഴിച്ചാൽ പല്ല് കേടാകുമെന്നത്. മറ്റ് ചോക്ലേറ്റ്സ് കഴിക്കുന്നതിൽ നിന്നും കിൻഡർ ജോയ് കൂടുതൽ അപകടകാരിയാകുന്നത് എന്തുകൊണ്ടാണ് എന്നും ഏത് തരം ചോക്ലേറ്റ്സ് ആണ് കുട്ടികൾക്ക് കൊടുക്കാൻ പാടുള്ളത്, കിൻഡർ ജോയ് കഴിച്ചു കഴിഞ്ഞാൽ പല്ലുകൾക്ക് ഡാമേജ് സംഭവിക്കാതിരിക്കാൻ എന്തെല്ലാമാണ് ചെയ്യാൻ കഴിയുന്നത് എന്നെല്ലാമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഡോക്ടർ സാറ, ഡെൻ്റൽ സർജനാണ്. വെൽക്കം ടു മൈ ചാനൽ. ആദ്യം തന്നെ ചോക്ലേറ്റ്സ് എങ്ങനെയാണ് പല്ലിനെ കേടാക്കുന്നത് എന്ന് അറിയണം. ചോക്ലേറ്റ്സിലും ക്യാൻഡീസിലുമൊക്കെയുള്ള അളവിൽ കൂടുതൽ ഷുഗർ കണ്ടൻറ്റ് തന്നെയാണ് ഏറ്റവും വലിയ വില്ലൻ. നമ്മുടെ വായ എന്നത് പലതരത്തിലുള്ള ബാക്ടീരിയകളുടെ ആവാസ കേന്ദ്രമാണ്. അതിൽ നല്ല ബാക്ടീരിയയും ചീത്ത ബാക്ടീരിയയും ഉൾപ്പെടുന്നുണ്ട്. ഈ നല്ല ബാക്ടീരിയകൾ വായുടെ എക്കോസിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുകയും ബാഡ് ബാക്ടീരിയകൾ പല്ലിനെ സംരക്ഷിക്കാനുള്ള പുറത്തെ കവറിങ്ങായ ഇനാമലിനെ നശിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കുക, വായിൽ ബാക്ടീരിയകളുടെ ഒരു യുദ്ധം തന്നെയാണ് നടക്കുന്നത്. അതായത്, നമ്മൾ ക്യാൻഡീസും മറ്റ് ഷുഗറി ഫുഡ്സും കഴിക്കുമ്പോൾ ഈ ഷുഗറുമായി അപകടകാരികളായ ബാക്ടീരിയകൾ ഏറ്റുമുട്ടി വായിൽ ചില ആസിഡുകൾ ഉൽപ്പാദിപ്പിക്കും. ഈ ആസിഡ് അറ്റാക്ക് ഡീമിനറലൈസേഷൻ എന്ന അവസ്ഥ പല്ലിലുണ്ടാക്കുന്നു. അതായത്, പല്ലിൻ്റെ ഇനാമലിൽ നിന്നും മിനറൽസിനെയെല്ലാം ഇല്ലാതെയാക്കും. ഈ സമയത്ത് രക്ഷിക്കാനായി നമ്മുടെ വായിലുള്ള ഉമിനീര് രംഗത്ത് വരുന്നു. ഉമിനീരിൽ കാൽഷ്യം, ഫോസ്ഫേറ്റ് പോലെയുള്ള മിനറൽസ് ഉണ്ട്. ഇവ പല്ലിൻ്റെ ഇനാമലിനെ റിപ്പയർ ചെയ്യാൻ തുടങ്ങും. കൂടാതെ രക്ഷകരായി നമ്മുടെ ടൂത്ത് പേസ്റ്റിലും കുടിക്കുന്ന വെള്ളത്തിലുമൊക്കെയുള്ള ഫ്ലൂറൈഡ് എന്ന മിനറലും വരുന്നു. അങ്ങനെ ആസിഡ് അറ്റാക്ക് മൂലം പല്ലിൻ്റെ ഇനാമലിൽ നിന്നും നഷ്ടമായ മിനറൽസ് എല്ലാം ഈ വഴി റീപ്ലേസ് ചെയ്യപ്പെടും. ഈ പ്രോസസ്സാണ് റീമിനറലൈസേഷൻ എന്ന് പറയുന്നത്. എന്നിരുന്നാലും ക്യാൻഡീസിൽ നിന്നും മറ്റ് സ്റ്റാർച്ചി ഫുഡിൽ നിന്നുമൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ ഷുഗർ പല്ലിലേക്ക് എത്തിയാൽ ഈ രക്ഷകരായി വന്നവർക്ക് പിടിച്ചു നിൽക്കാനാകില്ല. അങ്ങനെ ആ യുദ്ധത്തിൽ അപകടകാരികളായ ബാക്ടീരിയകൾ വിജയിക്കുകയും ഇവരുടെ പ്രവർത്തനം മൂലം പല്ലിൽ പോടുകളും മറ്റ് ദന്തരോഗങ്ങളും ഉണ്ടായിവരും. അത് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് മാത്രമല്ല, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, എനർജി ഡ്രിങ്ക്സ്, ജ്യൂസസ് പോലെയുള്ള ലിക്വിഡ്സിൽ ഷുഗറും കൂടുതൽ അസിഡിക് ലെവലും ഉള്ളതുകൊണ്ട് പല്ലിന് ഡാമേജ് വരുത്തുന്നതാണ്. ഇനി കിൻഡർ ജോയ് അപകടകാരിയാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് നോക്കാം. സാധാരണ ഒരു ചോക്ലേറ്റ് കുട്ടികൾ ആവശ്യപ്പെടുന്നതിൽ കൂടുതൽ ടോയ്സ് കിട്ടുമെന്നുള്ള ആവേശത്തിൽ കിൻഡർ ജോയ് വാങ്ങാൻ കുട്ടികൾ താല്പര്യം പ്രകടിപ്പിക്കും. ഇത് കൂടുതൽ ഷുഗർ അവരുടെ പല്ലിലേക്ക് എത്തുന്നതിന് കാരണമാകും. കൂടാതെ എത്ര നേരം ഈ ഷുഗർ വായിലിരിക്കുന്നു എന്നതും പ്രധാനമാണ്. അതായത്, കൂടുതൽ നേരം ഈ ഷുഗർ വായിലിരിക്കുമ്പോൾ ബാക്ടീരിയകൾക്ക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ കൂടുതൽ സമയം ലഭിക്കും. കിൻഡർ ജോയിലുള്ള ടോയ്സ് കളിക്കുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ മിക്ക കുട്ടികളും അതിലുള്ള ചോക്ലേറ്റ്സ് കഴിച്ച് വെള്ളം കുടിക്കാൻ പോലും മറന്നു പോകുന്നവരായിരിക്കും. എല്ലാ ചോക്ലേറ്റ്സിലും ഷുഗർ ഉണ്ടെങ്കിലും ചില ചോക്ലേറ്റ്സുകൾ കൂടുതൽ പല്ലിന് ഡാമേജ് ഉണ്ടാക്കുന്നവയായിരിക്കും. അത് ഏതാണ് എന്നറിയാം. അതിൽ ഏറ്റവും പ്രധാനം സ്റ്റിക്കിയായ ഒട്ടിപ്പിടിക്കുന്ന ചോക്ലേറ്റ്സ് ആണ്. കാരമൽ പോലെയുള്ളവ. കിൻഡർ ജോയിലും ക്രഞ്ചിയായ ഒട്ടിപ്പിടിക്കുന്ന ഭാഗമുള്ളതിനാൽ ഇവ സാധാരണ വെള്ളം കുടിക്കുമ്പോഴോ ഉമിനീരിനാലുമൊന്നും വിട്ടുവരുന്നത് എളുപ്പമല്ല. ഇത് പല്ലിനെ സാരമായി ബാധിക്കുകയും പല്ലുകളിൽ ഫില്ലിങ്സ്, ക്യാപ്പുകൾ പോലെയുള്ള ഡെൻ്റൽ വർക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവ വേഗം ഇളകി വരാനും ഇടയാകും. മറ്റൊന്ന് ഹാർഡായ ക്യാൻഡീസാണ്, ലോലിപോപ്പ് പോലെയുള്ളവ. ഇവ കട്ടിയുള്ളതായതുകൊണ്ട് തന്നെ വായിൽ അലിഞ്ഞു പോകാൻ കൂടുതൽ സമയമെടുക്കുമ്പോൾ ഈ ഷുഗറിനും ആസിഡ്സിനും പല്ലിലെ ഇനാമലുമായി ഇൻറ്ററാക്ട് ചെയ്യാൻ കൂടുതൽ സമയം കിട്ടുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഇവ കൂടുതൽ അഗ്രസീവായി കടിച്ചാൽ പല്ലിൻ്റെ ചില ഭാഗം പൊട്ടിപ്പോകുവാനും താടിയെല്ലുകൾക്ക് ഡാമേജ് ഉണ്ടാകാനും ഇടയാകും. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും, അങ്ങനെയെങ്കിൽ പല്ലിന് അത്രയും ബാഡ് അല്ലാത്ത ഏത് ക്യാൻഡിയാണ് ഉള്ളത് എന്ന്. ഷുഗർ ഫ്രീ ഗംസും ഷുഗർ ഫ്രീ ക്യാൻഡീസുമൊക്കെ കഴിക്കാവുന്നതാണ്. മിൽക്ക് ചോക്ലേറ്റ്സിനെ അപേക്ഷിച്ച് ഡാർക്ക് ചോക്ലേറ്റ്സിൽ ഷുഗർ കുറവും ആൻറ്റി ഓക്സിഡൻസും ഉള്ളതുകൊണ്ട് ഇതും നല്ലൊരു ഓപ്ഷനാണ്. ഇനി ചോക്ലേറ്റ്സും ക്യാൻഡീസും ഒന്നും കഴിക്കാതെ ഇരിക്കുക എന്നത് പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അപ്പോൾ പല്ലിനെ സംരക്ഷിക്കാൻ എന്തെല്ലാമാണ് ചെയ്യാൻ കഴിയുന്നത് എന്ന് നോക്കാം.
കുട്ടികൾക്ക് കൂടുതലായി വാങ്ങാൻ ടെൻഡൻസി ഉണ്ടാക്കുന്ന കിൻഡർ ജോയ് പോലെയുള്ളവയിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യിപ്പിക്കുകയോ അതിൽ നിന്ന് ചോക്ലേറ്റ്സ് മാറ്റി ടോയ്സ് മാത്രം കളിക്കാൻ കൊടുക്കുകയോ ചെയ്യാം. നേരത്തെ വിശദീകരിച്ചതുപോലെ ഉമിനീരിൻ്റെ ഉൽപ്പാദനം കൂട്ടാൻ ഷുഗർ ഫ്രീ ചൂയിങ് ഗംസും കൊടുക്കാം. മാത്രമല്ല ആപ്പിൾ, ക്യാരറ്റ് പോലെയുള്ള ക്രഞ്ചി ഫൈബ്രസ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ചവയ്ക്കാൻ കൊടുക്കുന്നത് ഉമിനീരിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ സഹായിക്കുന്നതാണ്. കാൽഷ്യം, ഫോസ്ഫേറ്റ് എല്ലാം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതും നല്ലതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റിൽ, പ്രത്യേകിച്ച് കുട്ടികളുടെ ടൂത്ത് പേസ്റ്റിൽ ഫ്ലൂറൈഡ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. കൂടാതെ 2 നേരമുള്ള ബ്രഷിങ്ങും ഫ്ലോസിങ്ങും എല്ലാം തന്നെ ചെയ്ത് വായുടെ ശുചിത്വം ഉറപ്പുവരുത്താവുന്നതാണ്. ചോക്ലേറ്റ്സ്, മറ്റ് ഷുഗറി ഫുഡ് കഴിച്ചു കഴിഞ്ഞ് കുട്ടികൾ വെള്ളം കുടിക്കുന്നുണ്ട് എന്ന് മാതാപിതാക്കൾ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്.